ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പം എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്നൊക്കെ വിശ്വസിക്കുന്നു. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. കാരണം നമ്മുടെ കിച്ചൺ ഇന്ന് അവധിയാണ്. വേറൊന്നുമല്ല, എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ കിച്ചൺ ലീവാണ്. അപ്പം എന്താ പറയുക, ഇതൊന്നുമല്ല ഞാൻ നിങ്ങളോട് പറയാൻ വന്ന കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രൊഡ്യൂസറും ഒരു ആക്ടറുമായ നമ്മുടെ സാന്ദ്ര തോമസ്. കാരണം പുള്ളിക്കാരി ഇന്ന് എന്തോ ഒരു മീറ്റിങ്ങിൽ, എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ എന്തിനോ വന്ന സമയത്താണ് പുള്ളിക്കാരി ഒരു പർദ്ദ ഇട്ടുകൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നതും. വന്നിരിക്കുന്ന ഭാഗമായിട്ട് നമ്മളുടെ ചാനലുകൾ ചോദിച്ചതിന് ആൻസറാണ് പുള്ളിക്കാരി പറഞ്ഞത്. ഇവിടെ വരണമെങ്കിൽ സ്ത്രീകൾ പർദ്ദ ഇട്ടുകൊണ്ട് തന്നെ വരണം എന്നുള്ള രീതിയിൽ സംസാരിച്ചത്. അത് തീർച്ചയായിട്ടും അവിടെ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു ജോലിക്കാരോ അങ്ങനെ ഒന്നും ഞാനും കണ്ടിട്ടില്ല. ഞാനൊരു 4 വർഷത്തിന് മുമ്പ്, നമ്മുടെ കൊറോണയ്ക്ക് മുമ്പ് ഞാനും പ്രൊഡ്യൂസർ അസോസിയേഷനിൽ പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ കമ്പനി അവിടെ രജിസ്റ്റർ ചെയ്തതാണ് ഒരു മൂവി ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ടൈമിൽ ഞാൻ അവിടെ ചെന്ന സമയത്തും നമ്മൾക്കൊരു ഹെൽപ്പിനോ കാര്യങ്ങൾക്കോ ഒരു സ്ത്രീ എന്ന് പറയുന്ന ആരും ഇല്ലായിരുന്നു. മൊത്തം ആണിൻ്റെ ആധിപത്യമാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ. അപ്പം എന്താ പറയുക, ആ ഒരു കാര്യത്തിൽ നമ്മൾക്ക് എവിടെ ആയാലും നമ്മളൊരു സ്ത്രീകൾ ചെന്ന്, ഇല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ആയാലും ഒരു എന്ത് രീതിയിലാകുമ്പോൾ എവിടെ ഏതൊരു ഓഫീസിൽ ചെന്നാലും അവിടെ ഒരു സ്ത്രീകൾ ജോലിക്ക് തീർച്ചയായിട്ടും റിസപ്ഷനിലോ അങ്ങനെ എവിടെയെങ്കിലും കാണും. പക്ഷേ പ്രൊഡ്യൂസർ അസോസിയേഷനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആൾക്കാർ അവിടെ ഇല്ല. അവിടെ കുറേ ആണുങ്ങളുടെ ഒരു ആധിപത്യം തന്നെയാണ് അവിടെ ഉള്ളത്. സാന്ദ്ര തോമസ് പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. കാരണം പുള്ളിക്കാരി അങ്ങനെ അനാവശ്യമായ കാര്യങ്ങളൊന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയ വഴി പ്രശസ്തി നേടുന്നൊരു വ്യക്തിയുമല്ല. കാരണം ആ പുള്ളിക്കാരി നമ്മളെല്ലാവർക്കും അറിയാവുന്നതാണ്. അവരുടെ ഫാമിലി ആയാലും സാന്ദ്രയുടെ അമ്മ ആയാലും അച്ഛനെ ആയാലും എല്ലാവരും വലിയൊരു പ്രൊഡ്യൂസർ തന്നെയാണെന്ന് പറയാം. അങ്ങനെ തന്നെയാണ് അവർ. കാരണം അവർ പ്രൊഡ്യൂസ് ചെയ്ത മിക്ക സിനിമകളും കണ്ട്, പുള്ളിക്കാരി അഭിനയിച്ച സിനിമകളും കണ്ടിട്ടുണ്ട്. എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാരണം ഇപ്പോൾ ആലോചിക്കണം, സ്ത്രീകൾ എവിടെയും സുരക്ഷിതരല്ല എന്നുള്ള രീതിയിൽ. ഇനിയിപ്പോൾ എത്ര വലിയ കൊമ്പത്തിരിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരെടുത്ത് പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ ഈ സിനിമ എന്ന് പറയുന്ന ലോകത്തെക്കുറിച്ചും ആ ലോകം എന്ത് വലുതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത് അവർക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ട് തന്നെ ആയിരിക്കും. അവർ ആരുടെയൊക്കെ പേര് കേസ് കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. എല്ലാം അവർ വിശദമായിട്ട് ആ ഒരു സോഷ്യൽ മീഡിയ ആൾക്കാരോട്, ഇല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകരോട് അവരെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. എനിവേ ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒരു സ്ത്രീ ആധിപത്യം അവിടെ വേണം. ഒരു സ്ത്രീ ചെന്ന് കയറി കഴിഞ്ഞാൽ അവർക്ക് ഒരു പിന്തുണയായിട്ടോ, ഇല്ലെങ്കിൽ അവർക്ക് എന്തിനാ ഇവിടെ ആവശ്യത്തിന് വന്നതെന്ന് അവരോട് സംസാരിക്കാനോ, ഏതെങ്കിലും ഒരു രീതിയിൽ അവിടെ ഒരു സ്ത്രീ ഒരു ജോലിക്കാരിയായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഭരണ തലപ്പത്തോ ഇരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ഞാൻ സാധാരണ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അത് എനിക്കും ആ ഒരു കാര്യത്തിൽ അവിടെ ചെന്ന സമയത്ത് അവിടെ മൊത്തം ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാൻ, നമ്മളിപ്പം പ്രൊഡ്യൂസർ ആവണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇൻ്റർവ്യൂ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ആ ഒരു സമയത്താണെങ്കിൽ പോലും ആ ഒരു രീതിയിൽ നമ്മളും അവിടെ കണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീയായിട്ട് അവിടെ ഒരു ഓഫീസിൽ ഒരു സ്റ്റാഫ് പോലും ഇല്ല. എല്ലാ ഭരണ ഇതിൽ നിൽക്കുന്ന പഴയ ആൾക്കാർ തന്നെ അവിടെ നിൽക്കുന്നത്. പുതിയതായിട്ടുള്ള ആ ഒരു ഭരണ സംഘടനയിൽ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അമ്മയെക്കുറിച്ച് നമുക്ക് അവിടെ എല്ലാ ആർട്ടിസ്റ്റും എല്ലാവരും ഒരു കൂട്ടായ്മയായിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ ഇവിടെ എന്തോ ചെറിയ കല്ലുകടിയാണ്. എനിവേ എന്തിരുന്നാലും അതൊക്കെ എവിടെയും ഒരു സ്ത്രീയുടെ ഒരു ഇതുള്ളത് നല്ലത് തന്നെയാണ്. അവരും അത് മനസ്സിലാക്കി അവരുടെ കൂട്ടത്തിൽ ഒരു സംഘടനയിൽ ഒരു സ്ത്രീയും അതിനകത്ത് അവർ തിരഞ്ഞെടുത്ത് അവർക്ക് അതിൻ്റെ എന്തൊരു അധികാരം കൊടുത്ത് അവർക്കും അവിടെ, അപ്പോഴാണ് സ്ത്രീകൾക്ക് അവിടെ ധൈര്യമായിട്ട് ചെന്ന് കയറാൻ പറ്റുന്നത്. കാരണം അവിടെ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ത്രീക്ക് പ്രൊഡ്യൂസർ ആവാനോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു കാര്യം, ഇപ്പം പ്രൊഡ്യൂസർ അസോസിയേഷനിൽ പോകുന്ന സിനിമയുടെ ടൈറ്റിലിൻ്റെയും ഇല്ലെങ്കിൽ പ്രൊഡ്യൂസറിൻ്റെ നമ്മുടെ ബാനർ രജിസ്റ്റർ ചെയ്യാനും കാര്യങ്ങൾക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. ആ മേഖലയിലും സ്ത്രീകളവിടെ ചെല്ലുമ്പോൾ ഒരു സ്ത്രീകളവിടെ കാണണമെന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യം തന്നെയാണ്. അതിന് സാന്ദ്ര തോമസിനെ നമ്മൾ ആരും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ചെയ്തത് ശരി തന്നെയാണ്. അവർക്കവിടെ സുരക്ഷിത അല്ലാന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് അവർ അങ്ങനെ ഡ്രസ്സ് ധരിച്ചു അവിടെ ചെന്നത്. അവരല്ലാതെ വേറെ ഒരു രീതിയും കൊണ്ടല്ല. കാരണം അവർ തലയെ കൂടെ തുണി, ശരിക്കും ഒരു നമ്മുടെ എന്താ പറയുക, ഒരു മുസ്ലിം സ്ത്രീ എങ്ങനെ ചെല്ലുമോ അതേ മെത്തേഡിൽ തന്നെയാണ് അവർ അതിൻ്റെ ഇതിൽ ചെന്നിരിക്കുന്നത്. എനിവേ എന്തിരുന്നാലും ആ ഒരു കാര്യത്തിന് ഞാൻ അവരെ പിന്തുണയ്ക്കുന്നു. 100% ഉറപ്പായിട്ടും പറയാം, പിന്തുണയ്ക്കുന്നു. അപ്പം ഇപ്പം നമ്മൾ ലോകത്ത് എവിടെയും കാണുന്നുണ്ട്, എല്ലാ മേഖലകളിൽ നിന്നും ഏതെങ്കിലും ഒരു സ്ത്രീ അവിടെ കണ്ടിരിക്കും. പക്ഷേ എന്തുകൊണ്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ അങ്ങനെ ഒരു കാര്യമില്ല എന്നുള്ളൊരു കാര്യം. കാരണം ഒരു ആണുങ്ങളൊരു കുത്തകയായിട്ട് എടുക്കാൻ ഒരിക്കലും പറ്റില്ല. കാരണം സ്ത്രീ സമത്വമുള്ള, പുരുഷനോളം സ്ത്രീക്ക് സമത്വമുള്ളൊരു സ്ഥലമാണ് നമ്മുടെ കേരളമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അത് പ്രവൃത്തിയിലൂടെ കാണിക്കണം. ചില മനുഷ്യർ അത് മാറ്റി നിർത്തി അവരുടെ ഒരു ആധിപത്യം മാത്രം സ്വീകരിച്ച് സ്ത്രീകളെന്തോ ഒരു
ഒരു പുറത്തൊരു വ്യക്തി എന്നുള്ള രീതിയിൽ കണ്ട് മാറ്റി നിർത്തും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം സ്ത്രീകൾക്ക് എവിടെയും പുരുഷന്മാരോടൊപ്പമുള്ള സമത്വമുള്ളതാണ്. സ്ത്രീകൾ അടുക്കളയിൽ മാത്രം ജീവിക്കേണ്ടതല്ല. അവർക്കും പൊതുസമൂഹത്തിൽ ഇറങ്ങാനും അവർക്ക് സംസാരിക്കാനും അവർക്ക് ഇതുപോലുള്ള വലിയ വലിയ സ്ഥലങ്ങൾ അവർക്കും ഒരു അധികാരം കൊടുത്തിരുത്താനും ഒക്കെ ഇന്നിവിടെ പറ്റും. ഇത് ഒരാധിപത്യമായിട്ട് മാറ്റി വെക്കാനുള്ളതല്ല ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ. എനിവേ എന്നിരുന്നാലും അത് അവർ ചെയ്തത് ശരി തന്നെയാണ്. അവരോട് വേറൊരു പ്രൊഡ്യൂസറെ കൊണ്ട് അവരെ എനിക്ക് പേഴ്സണൽ അറിയാവുന്ന തന്നെയാണ്. അവരെ ബാക്കിൽ നിൽക്കൊണ്ട് അവരൊരു പ്രൊഡ്യൂസർ തന്നെയാണ്. ആ ഒരു വീഡിയോ നമുക്ക് കാണാം, തീർച്ചയായിട്ടും കാണാം. കാരണം അതിൽ മിക്ക ഈ സ്ത്രീകൾ പ്രൊഡ്യൂസറായിട്ട് ഇറങ്ങുന്ന മിക്ക സ്ഥലങ്ങളിലും ഇവർക്ക് ഇങ്ങനൊരു സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. നമ്മുടെ ഇവിടെയുള്ള സ്ത്രീകൾ പ്രൊഡ്യൂസർമാരായിട്ടുള്ള വ്യക്തികളോട് ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും സാന്ദ്ര തോമസിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കൂടെ നിൽക്കണം. കാരണം ഞാനവിടെ അത് ബാനർ ചെയ്തിട്ട് എനിക്കത് സിനിമ ചെയ്യാൻ പറ്റിയില്ല. കൊറോണ വന്ന സമയത്താണ്. ആ ഒരു സ്ഥാനത്ത് ഇന്ന് ഞാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സാന്ദ്ര തോമസിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കുമായിരുന്നു. പക്ഷേ അത് നമ്മൾക്ക് ഇപ്പം ഇങ്ങനെ രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും ആ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ആ സിനിമ ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്താണ് കൊറോണയും കാര്യങ്ങളൊക്കെ വന്നത്. അതുകൊണ്ട് ആ ഒരു പടം നമുക്ക് അടച്ച് പുസ്തകത്തിൽ വെക്കേണ്ട വന്നു. പിന്നെ നമ്മൾ അതിനായിട്ട് ഇറങ്ങി തിരിക്കുകയും ചെയ്തില്ല. കാരണം അതിന് പിന്നെ ചെയ്യാൻ ഉള്ള ഒരു ഇത് കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ അത് നമ്മൾ നിർത്തി വെച്ചു, അത് ചെയ്തില്ല. അത് തന്നെ പറയാം. അപ്പോൾ അന്ന് ആ പടം അത് ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി ആ രീതിയിൽ കൊറോണ എന്ന് പറയുന്നൊരു കാര്യം വന്നില്ലായിരുന്നു. ഇന്ന് ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഞാനും അതിലൊരു അംഗമായിട്ടൊന്ന് നിന്നേനിരുന്നു. അത് പറ്റിയില്ല. എനിവേ അത് നമുക്ക് ആ ഒരു കാര്യത്തിലൊരു വിഷമവും ഇല്ല, നഷ്ടബോധങ്ങളും ഒന്നുമില്ല. കാരണം ലോകമാണ്, നമുക്ക് ഓരോ മനുഷ്യർക്കും ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അന്നേരം ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ സാന്ദ്ര തോമസിൻ്റെ ഫാമിലിയെ എനിക്കറിയാം. അതിൽ സാന്ദ്രയുടെ അമ്മേനായിട്ട് നല്ല പരിചയമുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം കൊണ്ടല്ല, പുള്ളിക്കാരി ചെയ്തൊരു നല്ല രീതി തന്നെയാണ്. അവർ അവകാശപ്പെടുന്ന കാര്യങ്ങളും നല്ല തന്നെയാണ്. അവിടെ ഏതെങ്കിലും ഒരു രീതിയിൽ സ്ത്രീകൾക്കും കൂടെ ആ ഒരു പ്രൊഡ്യൂസർ അസോസിയേഷനിൽ അവർക്കും അതിൻ്റെതായിട്ടൊരു കാര്യങ്ങൾ ചെയ്യണം. അത് നല്ല തന്നെയാണ്. അതിനുവേണ്ടി എല്ലാ ഈ സിനിമാ മേഖലയിൽ നിൽക്കുന്ന സ്ത്രീകളും അതിനായിട്ട് അവർക്കൊപ്പം നിന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം. എന്തോ കാര്യങ്ങൾക്ക് ഒരു 4 പേർക്ക് അതൊക്കെ അവർ പേഴ്സണലായിട്ട് കൊടുത്തിരിക്കുന്ന കേസുകൾ അതൊന്നും ഞാൻ പറയാൻ ആളല്ല. എനിവേ എന്നിരുന്നാലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് തന്നെയാണ്. സാന്ദ്രേനെയും സാന്ദ്രയുടെ ഫാമിലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവർ ഇതിനു മുമ്പ് സിനിമ ചെയ്തതും അവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതും കേട്ടറിഞ്ഞതുമാണ്. എനിവേ സാന്ദ്രയുടെ യൂട്യൂബ് ചാനൽ ഇതിനു മുമ്പ് ഞാൻ ഫോളോ ചെയ്ത്, സാന്ദ്രയുടെ മമ്മി എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഫോളോ ചെയ്തിരുന്നതാണ്. കാരണം ഫസ്റ്റ് കൊറോണ സമയത്താണ് ഞാൻ വേദയുടെ ഒരു ആഡിൻ്റെ സമയത്താണ് ഞാൻ സാന്ദ്രയുടെ അമ്മയെ പരിചയപ്പെടുന്നതും. നല്ല സ്ത്രീയാണ്, സംസാരിക്കാനും ഫ്രണ്ട്ഷിപ്പ് വെക്കാനൊക്കെ പറ്റിയ ഒരു സ്ത്രീ തന്നെയാണ് സാന്ദ്രയുടെ അമ്മയും. സാന്ദ്രയും അങ്ങനെ അവരമ്മ പറഞ്ഞു, സാന്ദ്രയെക്കുറിച്ചും എനിക്കറിയാം. നേരി കണ്ടിട്ടില്ലെങ്കിൽ പോലും പുള്ളിക്കാരിയെ അവരമ്മ പറഞ്ഞ് എനിക്ക് കുറേ കാര്യങ്ങൾ പുള്ളിക്കാരുടെ അറിയാം. ഇനി എന്നിരുന്നാലും അവരുടെ മക്കളെ അറിയാം, ഇരട്ട കുട്ടികളെ അറിയാം, ഹസ്ബൻഡിനെ അറിയാം. എല്ലാവരെയും നമ്മുടെ അടുത്തൊരു ഫാമിലി നിൽക്കുന്ന മാതിരി എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന വ്യക്തികൾ തന്നെയാണ്. ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്ത്രീകളെ പിന്നോക്കം മാറ്റി നിർത്തുന്നത് ശരിയല്ല. സ്ത്രീകൾ മുന്നോട്ട് തന്നെ നിർത്തണം. അത് ഈ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിന്നും ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ആണുങ്ങളുടെ ആധിപത്യം മാറ്റുക എന്ന് വെച്ചാൽ പുരുഷാധിപത്യം, അവിടെ ഒരു പുരുഷാധിപത്യം തന്നെയാണ് പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ആൾക്കാരും അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത് അവരുടെ ഒരു ലോകമായിട്ട് തന്നെ മാറ്റിയെടുത്ത് അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. പുറത്തുനിന്നൊരു വ്യക്തിക്ക് സംസാരിക്കാനോ അവിടെ ചെല്ലാനോ ഒന്നും അധികാരമില്ല. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ അവിടെ ചെല്ലാൻ പറ്റുകയുള്ളൂ. ഇവർ സാധാരണപ്പെട്ട അന്ന് ആ ഒരു സിനിമയുടെ കാര്യത്തിന് ചെയ്യുമ്പോൾ എനിക്ക് അതിനുള്ളിൽ പോകാനും അതിൽ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല. ഇപ്പം നമുക്ക് സിനിമ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവിടെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് വിലക്കാണ്. അന്നേരം ഇങ്ങനെയുള്ള ഇവർ 1, 2, 3 സിനിമയൊന്നും അല്ല ചെയ്തിരിക്കും. ഇവർ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്ത്രീ എന്ന് പറയുന്ന ഒരു രീതിയിൽ അവർക്കും അതിനൊരു അംഗീകാരം, അവർക്കല്ലെങ്കിൽ വേറുള്ള സ്ത്രീകൾക്കും പ്രൊഡ്യൂസറായിട്ടുള്ള സ്ത്രീകൾക്ക് അവിടെ ഒരു അംഗീകാരം കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. ഇപ്പം നമുക്കറിയാം എത്രയോ പ്രൊഡ്യൂസറുണ്ട്. ഷീലു കുര്യൻ, അവരും ഒരു പ്രൊഡ്യൂസറാണ്. പിന്നെ സാന്ദ്ര തോമസ്, പിന്നെ ഇപ്പം അവരെ ബാക്കിൽ നിൽക്കുന്ന ഷീലു കുര്യൻ, അവരും ഒരു പ്രൊഡ്യൂസർ തന്നെയാണ്. അന്നേരം ഇങ്ങനെയുള്ള സ്ത്രീകൾ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു ആധിപത്യവും കൂടി, ആധിപത്യമല്ല, അവർക്കും കൂടെ അവിടെ ഏതെങ്കിലും ഒരു പദവി കൊടുത്ത് സ്ത്രീകൾ വന്ന് കയറുമ്പോൾ, അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ പ്രൊഡ്യൂസർമാർ കൂടും വരുമ്പം. അത് വേറെ കുറേ പ്രൊഡ്യൂസർമാരുണ്ട് കേട്ടോ. പല സിനിമകൾ ചെയ്ത പ്രൊഡ്യൂസർമാർ സ്ത്രീകളുണ്ട്. ഈ പ്രൊഡ്യൂസർമാരായ സ്ത്രീകളെല്ലാം അവരൊപ്പം നിൽക്കണം. കാരണം ഈ ആണുങ്ങളുടെ ആധിപത്യം കുറച്ചൊന്ന്
സമമാക്കുക. കാരണം ആണുങ്ങൾക്ക് മാത്രമേ എല്ലാം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നില്ല, സ്ത്രീകൾക്കും ചെയ്യാം എന്നുള്ള രീതിയിൽ അതെടുക്കുക. സാന്ദ്രതമസ് അങ്ങനെ ഒരു സമരം ചെയ്തിൽ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ തന്നെ അത് ഏറ്റവും ബെറ്ററാണ്. കേസുകൾ വിജയിക്കട്ടെ എന്ന് തന്നെ പറയാം. കാരണം സ്ത്രീകൾക്ക് എവിടെയും ഒരു മുൻഗണന നൽകുന്നതോ അല്ലെങ്കിൽ മുൻഗണന നൽകേണ്ട, അവർക്കിപ്പോൾ സമത്വം നൽകുക എന്ന് തന്നെയാണ് ഞാനും അവകാശപ്പെടുന്നത്. എനിവേ നല്ലൊരു കാര്യമാകട്ടെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ഫാമിലിയുള്ള എല്ലാവർക്കും സുഖമാണെന്ന് സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.